ഹലോ എവരിവൺ, ഐ എം ഡയറ്റീഷ്യൻ അലീഡ. റമദാൻ മാസം തുടങ്ങിയല്ലേ? ഈ ഒരു റമദാനിൽ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കുമാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കുമുള്ള സംശയമാണ് ഈ ഒരു ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ വെയിറ്റ് ലോസ് പോസിബിൾ ആണോ എന്നത്. എന്നാൽ ഡയറ്റ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ റമദാനാണ് വെയിറ്റ് ലോസിനുള്ള ഏറ്റവും നല്ല സമയവും. ബട്ട് നമ്മുടെ സുഹൂർ ആൻഡ് ഇഫ്താർ ഫുഡ് ചോയ്സസ് പ്രോപ്പർ ആയിരിക്കണം കേട്ടോ. ഈ ഒരു ഫാസ്റ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ആകെ 2-3 മീൽസ് മാത്രമേ ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ ഒരുപാട് കാലറി ഡെഫിഷ്യറ്റ് ആയിട്ട് കഴിച്ചാൽ മസിൽ ലോസ് വരികയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു റമദാനിൽ എങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. സുഹൂർ ടൈമിന് കഴിക്കുന്ന മീൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഇത് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. ആക്ച്വലി ഈ ഒരു മീലാണ് നമ്മളെ ത്രൂ ഔട്ട് ദ ഡേ എനർജറ്റിക് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സുഹൂർ ടൈമിൽ കോംപ്ലക്സ് കാർബ്സ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഓട്സ്, മൾട്ടിഗ്രെയിൻ ദോശ, ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ഓൾ വീറ്റ് ചപ്പാത്തി ഇവയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം പ്രോട്ടീൻസ് ആഡ് ചെയ്ത് കഴിക്കുക. എഗ്ഗ്, പനീർ, ദാള്, ചിക്കൻ, ഫിഷ് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. ഇത് നമുക്ക് ഡേ ടൈമിൽ വിശക്കാതിരിക്കാനും ഫുള്ളറായിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഓവർനൈറ്റ് ഓട്സ് എടുക്കാം, അല്ലെങ്കിൽ ഓട്ട് മീൽ കഴിക്കാം, അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ദോശ വിത്ത് എഗ്ഗ് കറി, അല്ലെങ്കിൽ ഓൾ വീറ്റ് ചപ്പാത്തി വിത്ത് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് മീലായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓവർനൈറ്റ് ഓട്സ് ആകുമ്പോൾ നമുക്ക് തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കാം. രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് കുക്ക് ചെയ്യണം എന്നില്ല. ഓട്സിലേക്ക് നിങ്ങൾക്ക് യോഗട്ടോ മിൽക്കോ ആഡ് ചെയ്യാവുന്നതാണ്. അതൊന്നുകൂടെ ഒന്ന് ഫൈബർ ആൻഡ് പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ചിയ സീഡ്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നട്ട്സും കട്ട് ഫ്രൂട്ട്സും ആഡ് ചെയ്യാവുന്നതാണ്. ഇഫ്താർ സമയത്ത് ഒരു മിക്സ് ഓഫ് ഫീലിംഗ് ആയിരിക്കും അല്ലേ? വിശപ്പും ദാഹവും ടയർഡ്നെസ്സും ഒക്കെ ഉണ്ടാവും. ഈ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. കാരണം ഓവർ ഈറ്റ് ചെയ്യും, അത് വെയിറ്റ് ഗെയിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ നോർമൽ വാട്ടറും 1-2 ഡേറ്റ്സോ ആഡ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് കട്ട് ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ ക്ലിയർ സൂപ്പ് കുടിക്കാവുന്നതാണ്. സ്നാക്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രൈഡ് അല്ലെങ്കിൽ സ്റ്റീംഡ് സ്നാക്സ് മാത്രം എടുക്കുക. മൈദ അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഓയിൽ ഫ്രൈഡ് സ്നാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഓട്സ് ഫ്ലോറോ അല്ലെങ്കിൽ ഓൾ വീറ്റ് ഫ്ലോറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 10 hour അല്ലെങ്കിൽ 1 hourന് ശേഷം നമുക്ക് മെയിൻ മീൽ കഴിക്കാം. ഈ മെയിൻ മീൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഒരു പ്ലേറ്റിന്റെ ഹാഫ് പോർഷനും സാലഡ് ആയിരിക്കണം. അതിന്റെ കൂടെ നമുക്ക് പ്രോട്ടീൻ ആയിട്ട് ചിക്കൻ, ഫിഷ്, എഗ്ഗ്, പനീറൊക്കെ ആഡ് ചെയ്യാം. ഓയിൽ ഫ്രൈഡ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഗ്രിൽഡ് ഫോമിലോ കറി ഫോമിലോ കഴിച്ചാൽ മതിയാവും. ആൻഡ് കാർബായിട്ട് നമുക്ക് പത്തിരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ റൈസോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓയിലി ആയിട്ടുള്ളതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഈ ബിരിയാണി ഫോമൊക്കെ നമുക്ക് എടുക്കാം. ബട്ട് ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതായിരിക്കണം. ആ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ നിങ്ങൾ ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതിയാവും. സ്വീറ്റ് ക്രേവിങ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം, ഡേറ്റ്സ് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പോർഷൻ ചിയ പുഡിങ് കഴിക്കാം, അല്ലെങ്കിൽ ചെറിയ പോർഷൻ യോഗേർട്ടിലേക്ക് നിങ്ങൾക്ക് ബെറീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡിന്നറിന് ശേഷം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്ടർ ഇൻടേക്ക്. നമ്മൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. പലരും ഇത് മിസ് ചെയ്യാറുണ്ട്. രാവിലെ സുഹൂറിന്റെ സമയത്ത് 1 ലിറ്ററെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ദെൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷം 2 ലിറ്റർ വെള്ളമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് വർക്കൗട്ട് എപ്പോൾ ചെയ്യും എന്നുള്ളത്. ഒരു ഓപ്ഷൻ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിന്റെ അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഫാറ്റ് ബേണിംഗ് നടക്കും. ബട്ട് നമ്മുടെ എനർജി ലോ ആയിരിക്കും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ലോ ഇന്റൻസിറ്റി വർക്കൗട്ട് മാത്രം നോക്കിയാൽ മതി. അതുപോലെ നല്ല ടയർഡ്നെസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. അതായത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് അരമണിക്കൂറോ 1 മണിക്കൂറിനോ ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യുക. ഈ ഒരു സമയത്ത് നല്ല ഹൈഡ്രേറ്റഡും ആയിരിക്കും, എനർജിയും ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഒരു ഫാസ്റ്റിംഗ് ദിവസങ്ങളിൽ നിങ്ങൾ ഒരു ലോ ഇന്റൻസിറ്റി വർക്കൗട്ട് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. ഒരു ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടിലേക്ക് പോകണമെന്നില്ല.